ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 9ാമത്തെ പാഠാണ്, തുല്യമായ കൂട്ടം. ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, പട്ടുമല LP സ്കൂളിലെ പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? നോട്ട് ബുക്കിൽ എഴുതൂ. എന്തൊക്കെ കാണുന്നുണ്ട്? വിദ്യാർത്ഥികൾ പഴങ്ങൾ അരിയുന്നു, കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റുകൾ ഒരുക്കുന്നു, പല ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നു, അധ്യാപകർ സഹായിക്കുന്നു, ക്ലാസ് റൂമിൽ കൂട്ടായ പ്രവർത്തന അന്തരീക്ഷം. തുല്യമാക്കാം. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പുകട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പുകട്ടയുണ്ട്? നേരെയും 6, താഴോട്ടും 6 എണ്ണമാണല്ലേ ഉള്ളത്. അപ്പോൾ വരിയിലും നിരയിലും 6 എണ്ണമാണ്. അപ്പോൾ 6 ഗുണിക്കണം 6 എത്രയാ? 36 സോപ്പ് കട്ടകളുണ്ട്. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാക്കത്തക്ക വിധം 2 പെട്ടിയിലാക്കിയാലോ? ഒരു പെട്ടിയിൽ 36ൻ്റെ പകുതി 18 സോപ്പ് കട്ടകളും രണ്ടാമത്തെ പെട്ടിയിലും 18 സോപ്പ് കട്ടകൾ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടകളുണ്ടെന്ന് ചോദിച്ചാൽ 18. ഇനി സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 3 പെട്ടിയിലാക്കിയാലോ? ചുവടെയുള്ള ചിത്രത്തിൽ തന്നെ വരയ്ക്കൂ. അപ്പം നമ്മൾ 36 സോപ്പ് കട്ടകളാണുള്ളത്. അപ്പം 3 ഒരേ രീതിയിലാക്കണം അല്ലേ? 3 പെട്ടിയിലാക്കണം, ഒരേ എണ്ണമായിരിക്കണം. അപ്പം 36നെ 3 കൊണ്ട് ഹരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു പെട്ടിയിൽ 12, അടുത്ത പെട്ടിയിലും 12, അടുത്ത പെട്ടിയിലും 12. ഓരോ പെട്ടിയിലും 12 എണ്ണം വീതമാണ് ഉണ്ടാവുക. അപ്പോൾ 3 പെട്ടിയിലും കൂടെ 36. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 4 പെട്ടിയിലാക്കിയാലോ? വരയ്ക്കൂ. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? അപ്പോൾ 36നെ 4 ഭാഗമാക്കണം. 4 പെട്ടിയിലാക്കണമെങ്കിൽ 4 9 36. അപ്പോൾ ഒരു പെട്ടിയിൽ 9 എണ്ണം വീതമുണ്ടാവും. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 6 പെട്ടിയിലാക്കിയാലോ? ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? എത്ര 6 36? 6 6 അല്ലേ? 6 6 36 ആയതുകൊണ്ട് ഒരു പെട്ടിയിൽ 6 എണ്ണമാണ് ഉണ്ടാവുക. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 9 പെട്ടിയിലാക്കിയാലോ? അപ്പം 4 പെട്ടിയിലാക്കിയപ്പം 9 എണ്ണമായിരുന്നു. 9 പെട്ടിയിലാക്കുമ്പം ഓരോ പെട്ടിയിലും 4 എണ്ണമാണ് ഉണ്ടാവുക. 9 4 36. അപ്പോൾ മക്കൾ 4 എണ്ണം വീതം ഓരോ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കണേ. ഇങ്ങനെയും കണക്കാക്കാം. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 36നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഗണിത രൂപത്തിലാണ് ഇങ്ങനെ എഴുതുന്നത്. 36 ഹരിക്കണം 2. അതായത് 18 എണ്ണം വീതമുള്ള 2 കൂട്ടത്തിൽ 2 ഗുണിക്കണം 16 സമം 36 സോപ്പ് കട്ടയുണ്ട്. അപ്പോൾ ഗണിത രൂപത്തിൽ 36 ഹരിക്കണം 2 ആണ് എത്ര? 18. 36ൻ്റെ പകുതി. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? അപ്പം നമ്മൾ 36നെ 3 കൊണ്ട് ഹരിക്കണം. 36നെ 3 കൊണ്ട് ഹരിക്കുമ്പം എത്ര 3 36 എന്ന് നോക്കുക. എത്രയാ? 12 3. അപ്പോൾ 3 ഗുണിക്കണം 12 സമം 36. 36 ഹരിക്കണം 3 12. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? അതിന് 36നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 4ൻ്റെ ഗുണനം നോക്കിയാൽ മതി. 36 വരുന്നത് എത്രയാ? 4 9 36. അപ്പോൾ 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9. ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? അപ്പോൾ എത്ര 6 36 എന്ന് നോക്കുക. 6 6 36 അല്ലേ? അപ്പോൾ 36നെ 6 കൊണ്ട് ഹരിക്കുമ്പം 6 തന്നെ. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 9 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? അപ്പോൾ 36 എത്ര 9 നോക്കിയാൽ മതി. 4 9 36. അപ്പോൾ 36നെ 9 കൊണ്ട് ഹരിക്കുമ്പം 4 ഉത്തരം. കളങ്ങൾ പൂരിപ്പിക്കൂ. ഇവിടെ 6ൻ്റെയും 3ൻ്റെയും ഹരണങ്ങൾ തന്നിട്ടുണ്ട്.
18 ഗുണിക്കണം 3 6 അതെങ്ങനെയാ 6 3 18. ഇനി ഇവിടെ ഡാഷ് ഹരിക്കണം 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 6 എത്രയാ 30 30 ഹരിക്കണം 5 6. അടുത്തത് 12 ഹരിക്കണം ഡാഷ്. അപ്പോൾ 6 2 12. അപ്പം നമുക്ക് അവിടെ 2 എന്ന് എഴുതാം. 12നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 6 കിട്ടുന്നത്. ഇനി ഡാഷ് ഹരിക്കണം 9. ഏതോ ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പം 6 കിട്ടണം. അപ്പോൾ 6 9 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 54 ഹരിക്കണം 9 6 6 9 54. ഇനി നമുക്ക് 6 വരുന്ന മറ്റൊരു ഗുണിതമാണ് 6 7 42. അപ്പം 42നെ 7 കൊണ്ട് ഹരിക്കുമ്പം 6. ഇനി 8ൻ്റെ ഗുണിതത്തിൽ 6 8 48. അപ്പം 48നെ 8 കൊണ്ട് ഹരിക്കുമ്പം 6. ഇനി 3ൻ്റെ ഹരണങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്. 3 ഉത്തരം വരുന്നത്. 18നെ 6 കൊണ്ട് ഹരിക്കുമ്പം 3. അതായത് 3 6 18. അങ്ങനെ നോക്കിയാൽ മതി മക്കൾ. അടുത്തത് ഡാഷ് ഹരിക്കണം 5 എന്നല്ലേ. അപ്പോൾ 3 5 എത്രയാന്ന് നോക്കുക. 15. അപ്പോൾ 15ന് 5 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 കിട്ടുക. അടുത്തത് 12 ഹരിക്കണം ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര 3 12? 4 3 12. അപ്പോൾ അവിടെ 12 ഹരിക്കണം 4 എന്നെഴുതാം. അടുത്തത് ഡാഷ് ഹരിക്കണം 9 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു നമ്പറിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടണം. അപ്പോൾ 3 9 എത്രയാ നോക്കുക. എത്രയാ 27. 27നെ 9 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 കിട്ടുന്നത്. ഇനി ഞാനിവിടെ 21 ഹരിക്കണം 7 എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 7 21. ആ രീതിയിൽ നോക്കുക. 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3. പിന്നെ എഴുതിയിട്ടുള്ളത് 24 ഹരിക്കണം 8. 8 3 എത്രയാ? ഒരു 8 8 2 8 16 3 8 24. അപ്പോൾ 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3. ഇനി 3 6 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നോട്ട് ബുക്കിൽ എഴുതൂ. ഞാനിവിടെ 4ൻ്റെയും 8ൻ്റെയും ഹരണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ 3ൻ്റെയും 6ൻ്റെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4ൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ ഇരട്ടിയായിരിക്കും 8ൻ്റെതിലുണ്ടാവുക. 3ൻ്റെയിൽ നിങ്ങൾ നോക്കിയാൽ മതി, 3ൻ്റെതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇനി അങ്ങനൊന്നും നോക്കുന്നില്ലെങ്കിൽ 8 വരുന്ന ഗുണനങ്ങൾ തിരിച്ചെഴുതിയാൽ മതി. ഇവിടെ 4 വരുന്ന ഗുണനങ്ങളും. അപ്പം 8ൽ ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് നോക്കിക്കേ. 8ൻ്റെതിൽ 24 3. അതായത് ഈ 8 3 24. അങ്ങനെ തിരിച്ചെഴുതിയാൽ മതി. 3 8 എത്രയാ? 24. അടുത്തത് 32 ഹരിക്കണം 4 എഴുതിയിട്ടുള്ളത്. അതായത് 4 8 8 4 32. അങ്ങനെ വായിക്കാൻ കിട്ടണം. അപ്പോൾ ശരിയാവണം. ഇനി 8 7 7 8 അങ്ങനെയൊക്കെ വായിച്ചാൽ എന്താണ്? 56. അപ്പോൾ 56നെ 7 കൊണ്ട് ഹരിക്കുക. അടുത്തത് 5 8 എത്രേ? 40. 40നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 8. ഇനി 8 8 64. അപ്പോൾ 64നെ 8 കൊണ്ട് ഹരിക്കുമ്പം 8. ഇനി 10 8 എത്രയാ? 80. 80നെ 10 കൊണ്ട് ഹരിക്കുമ്പം 8. ഇതുപോലെ തന്നെ 4ൻ്റേത് നോക്കാം. 4ൻ്റേത് ഒരു ഭാഗത്ത് 12 ഹരിക്കണം 3. അതായത് 4 3 12. പിന്നെ 16 ഹരിക്കണം 4. അതായത് 4 4 16. പിന്നെ 28 ഹരിക്കണം 7. 4 7 28. പിന്നെ ഈ ഭാഗത്തോ 20 ഹരിക്കണം 5. അതായത് 5 4 20. പിന്നെ 8 4 32നെ നമ്മൾ 32 ഹരിക്കണം 8 എന്ന് എഴുതി. അപ്പോൾ ഉത്തരം 4 ആയിരിക്കും. 40 ഹരിക്കണം 10. അപ്പോൾ 4. എന്തുകൊണ്ടാണ്? 10 4 40. അപ്പോൾ ഇതുപോലെ മക്കൾ എഴുതുക കേട്ടോ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.